ഹേ ഹായ്. അപ്പം ഇന്ന് നമ്മളെ വീട്ടിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്. അത് ആരാന്ന് നിങ്ങൾക്ക് വഴി ഞാൻ പറഞ്ഞുതരാം. സോ അയാൾക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പം ബർത്ത്ഡേ കേക്ക് മുറി തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്, വലിയ രീതിയിലുള്ള ഗിഫ്റ്റൊന്നുമല്ല, ഒരു ചെറിയൊരു ഗിഫ്റ്റ്. അപ്പം നമുക്ക് നേരെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് എടുക്കാം. സോ ഇപ്പം ഏകദേശം സമയം 6 മണി കഴിഞ്ഞു, ഇരുട്ടാവാൻ പോകുന്നു. അപ്പം ഇരുട്ടത്ത് എത്രത്തോളം വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. സോ ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഇരുട്ടത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ഇരുട്ടത്തിൽ നിന്നല്ല, വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് പരിപാടി. അപ്പം ക്ലിയർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലെ വിഷ്വൽസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് മെയിൻ എത്തിയിട്ട് കൊടുത്തിട്ട് നേരെ പോകാം. ഓക്കെ, സോ നമുക്ക് മീൻ തീറ്റ കൊടുക്കാം. നമ്മൾ മീൻ തീറ്റ കൊടുത്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് ആളെ സർപ്രൈസ് ചെയ്യാം. ചെറിയൊരു ഗിഫ്റ്റാണ്, സർപ്രൈസ് ആവുമെന്ന് ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആളങ്ങനെ സർപ്രൈസ് ആവുന്ന ഒരു കൂട്ടത്തിലല്ല, ചെറിയൊരു ഗിഫ്റ്റ്. അപ്പം നമുക്ക് നേരെ പോയി ഈ ഗിഫ്റ്റ് ആദ്യം ഒളിപ്പിച്ച് വെക്കാനായിട്ട് നമുക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഗിഫ്റ്റ്. ഇതെന്ത് ഗിഫ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോ. വലിയ ഗിഫ്റ്റൊന്നുമല്ല, ഒരു ചെറിയൊരു ഗിഫ്റ്റാണ്. ഓക്കെ, നമ്മളങ്ങനെ തറവാട്ടിലേക്ക് എത്തി. അതായത് എന്തുകൊണ്ട് ഇപ്പം വ്ളോഗ് എടുക്കുന്നത് ചോദിച്ചാൽ ഇപ്പോഴേ ലൈറ്റിങ് കിട്ടുള്ളൂ. അതായത് ഇപ്പം ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരിക, അതായത് ഇരുട്ടായി വരിക. നമുക്ക് നേരെ ബർത്ത്ഡേ പാർട്ടി പോയിട്ട് ചെക്കനെ സർപ്രൈസ് ചെയ്യാം. ഓക്കെ, ചെക്കൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇപ്പോഴും അറിയില്ല. നമ്മളിങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ടോ ഇല്ലെന്നോ യാതൊരുവിധ ഐഡിയ ഇല്ല ചെക്കന്. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ചിക്കൻ സർപ്രൈസ് ചെയ്യാം. ബർത്ത്ഡേ കേക്ക് മുറിക്കൽ ഏകദേശം 7 മണിക്കും ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ട്, അതായത് ഞാൻ ഗിഫ്റ്റ് തറവാട്ടിൽ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, വലിയ സർപ്രൈസ് ആവില്ല, എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. ബർത്ത്ഡേ പാർട്ടിയിലേക്ക് പോവാണ്. സോ കേക്ക് മുറിക്കാൻ പോകുന്നത് ബർത്ത്ഡേക്കാരനുള്ളിൽ ഞാൻ കാണിച്ചതാണ്. ഓക്കെ, ആരുഷ് റെഡിയായി. ആരെ ബർത്ത്ഡേ ആണെന്ന് നമുക്ക് പിന്നെ പറയാം, അല്ലേ? ആരെ ബർത്ത്ഡേ ആണെന്ന് നമുക്ക് പിന്നെ പറയാം. സോ ഇപ്പം കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. ആൾക്കാരല്ല, ചെറിയ നമ്മളെ ഫാമിലി മാത്രം, അല്ലേ? നമുക്ക് നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ ഓക്കെ 3 സുഹൃത്തുക്കൾ ഗായ്സ്, നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബാക്കി വന്നു. കൊടുത്തോ. കേക്ക് മുറി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന സർപ്രൈസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഗിഫ്റ്റ് അല്ല, ബാക്കിയെല്ലാം കൊടുത്തു. ചെറിയൊരു ഗിഫ്റ്റ് ഒന്നും പറയല്ല, അതൊന്നും തുറക്കട്ടെ. കെട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ തരൂലേ? നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ബർത്ത്ഡേ പോയി. അങ്ങനെ പറഞ്ഞോ? കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ. എത്രാമത്തെ ബർത്ത്ഡേ? 15 വയസ്സായി. അതിന് 3 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്നാ പറയല്ലേ, ബർത്ത്ഡേ പോയി ഞാൻ ടീമേ എന്നാ പറയാനല്ലേ? പറ എൻ്റെ ബർത്ത്ഡേ അല്ലേ? എനിക്കെന്താ പറയല്ലേ? ബർത്ത്ഡേ ആഘോഷിച്ചു, കേക്ക് മുറിച്ചു, എന്താ പറയല്ലേ?
വാ മുട്ടായി എല്ലാം തിന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള കേക്കും കൂടെ തിന്നു തീർക്കുന്നതായിരിക്കും. അത് നാളേക്ക് ഞാൻ മാഹിക്കൊണ്ടാൻ വെച്ചിട്ട് അവിടെ ഫുള്ള് തിന്നു തീർക്കും. മുട്ടായി ഉണ്ട്, അതും തിന്നു തീർക്കും. എന്തൊക്കെ ഉണ്ട് അതൊക്കെ തിന്നു തീർക്കും. ഞാനും നിങ്ങളും തിന്നു തീർക്കും. ആരും പിന്നെ ചോറ് കഴിക്കാണ്ട് നിന്ന്, അതായത് നാളെ കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇന്ന് പട്ടിണി കിടക്കും. എന്നിട്ട് നാളെ കേക്ക് ഫുള്ള് തീർക്കും. 5:30 എണീച്ച് രാവിലെ. എന്നാ പറയല്ലേ. എന്നിട്ട് അങ്ങനെ നമ്മളെ ബർത്ത്ഡേ സർപ്രൈസും കാര്യങ്ങളിലൂടെ കഴിഞ്ഞു. ഗെയിമിങ് കളി തുടങ്ങി അടുത്ത. അപ്പം അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മളെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത വ്ളോഗായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ. ബൈ ബൈ. എൻ്റെ അമ്മോ.